മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത്. 3 വിഭാഗങ്ങളിലായി മത്സരിച്ച് ഖാലിദിയ, മഖ്ദൂമിയ, സഹ്റമിയ 3 ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയപ്പോൾ ആദ്യ റിസൾട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ജൂനിയർ വിഭാഗത്തിന്റെ കളറിംഗിൽ ആൺകുട്ടികൾ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഷിഫിൻ പുൽക്കട, 3ാം ക്ലാസ്. കളറിംഗ് ഗേൾസ് വിഭാഗത്തിന്റെ കളറിംഗ് മത്സരത്തിൽ ഫസ്റ്റ് നേടിയിട്ടുള്ളത് ത്വാഹിറ, 4ാം ക്ലാസ്. अस्सलामु अलैकुम. ദിലിപെടുമേ മഹിമതൻ മുഹിബരിൻ ശേഷവിശേഷണമാൽ നീശറസൂൽ പുതുമാ ലേശമിതില്ലുഗമാ ദിലിപെടും ഭാഷു അശരത്താരോ അതിശയം പേഷ്ട സിറാ പിരിശോ ദിലിപെടും ഭാഷു അശരത്താരോ അതിശയം പേശു സിറാ പിരിശോർ സുഗന്ധം സുഗന്ധം ഇമ്പമിലമ്പിളി മുന്തിമേത് ബഹുത്ത് വടപടി ഒത്ത് ചതുർഗുണ ഭക്തതിരൊത്ത് സഹത്ത് അതിർപ്പതി മുപ്പതിലൊത്തര പുത്തിർക്കു ഒത്തതിരൊത്ത് കവിത്ത് മലക്ക് പൊറുക്കാനെ പുത്തര പുത്തിർക്കു ഒത്തതിരൊത്ത് കവിത്ത് മലക്ക് പൊറുക്കാനെ പേടുമേ മഹിമതൻ മുഹിബരിൻ ശേഷവിശേഷണമാ റസൂൽ പുതുമാ ദേശമിതിൽ ഉഗമാ ഒളിവത്തിടെ മുത്തിറയോരിലും അത്തലമെത്ത ശുവത്തടി സാധിതം മുത്തഹദാത്ത് ഭയത്താനേ തെല്ലു ഭയത്താനേ ചുളിപ്പകലം തടിയപ്പടി ചുറ്റി മലകതിലിക്ക് തക്കമറപ്പടി ഒപ്പീന്റെ വിവാദം തട്ടി ജസദകം തെല്ലുഭയത്താനേ ഒപ്പിയതൊപ്പരുളക്കവനില്ല മറക്കുപതിൻ തെരുതരമരം ഒരു പെടുത്തിന മതിരഹതിലെ വിധി വിധിയുദ്വീത പതിപാലതന്യോന്യഭൂവത്തിൽ പതക്കമധുരത്താനേ അമരരുൾ വളർ പെറ്റ നബിയാരേ നുബുവത്തിൽ പതക്കമധുരത്താനേ അമരരുൾ വളർ പെറ്റ നബിയാരേ വെളിപെടുമേ മഹിമതൻ മുഹിബരിൻ ശേഷവിശേഷണമാ ലേശറസൂൽ പുതുമാ ലേശമിതിൽ ഉഗമാ. അസ്സലാമു അലൈക്കും. ഈ ഗാനം ആലപിച്ച ബഹാൻ 2 വർഷങ്ങളിലായി സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ജില്ലാ സംസ്ഥാന വേദികളിൽ പച്ചീരിയുടെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥി. വരും കാലങ്ങളിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികളെ സ്റ്റേറ്റ് തലങ്ങളിലേക്ക് മത്സരത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ മാതാപിതാക്കളുടെ പൂർണ്ണമായ പിന്തുണ ഉസ്താദുമാർക്ക് ആവശ്യം ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി മറ്റൊരു ചിരിക്കൊടുക്ക നമ്മുടെ പ്രിയപ്പെട്ട ജലാലുദ്ദീൻ 1ാം ക്ലാസ് ഗാനവുമായി വേദിയിലേക്ക് എല്ലാവരും ചെവി പൊത്തിരിക്കുക. ഏറ്റവും ശബ്ദത്തിൽ നമ്മുടെ ഗാനം ആലപിക്കുന്ന നമ്മുടെ കുട്ടിയാണ്. അസ്സലാമു അലൈക്കും. ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ പൂതി കുഞ്ഞിലും കൽവാഴ നേറി ഗുടി ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കമ്പൂതി കുഞ്ഞിളം കൽവാഴം നേറി മുത്ത് വനത്തിനം കൂടി പൊന്നുമ്മ താരാൻ പാടും നേരം കേട്ടേറെ നാമം
നീലം കൽബാര മോറം നേറി മുത്ത് വനത്തിടങ്ങുരുളി. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിലേക്ക് നമ്മുടെ സുന്നി മദ്രസയുടെ പുതിയ താരകം, അതെ, മാസിൻ മുഹമ്മദ് മാസിൻ വി വേദിയിലേക്ക് എത്തുന്നു ഗാനവുമായി. ഇന്ന് നമ്മുടെ പരിപാടിയിലെ മുഖ്യ ആകർഷണമായിരുന്നു നമ്മുടെ മാസിന്റെ കളി. അത് ചെറിയൊരു പണി കാരണം നമുക്കത് ലഭിച്ചില്ല. ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ നമുക്കത് കാണാവുന്നതാണ്. അസ്സലാമു അലൈക്കും. മുത്തുനബി മത്തജിത്തിലെങ്ങെ വിരുന്നു അബ്ദുള്ളായെന്നോരെ മലരായി പിറന്നു. ആമിന ബീവിന്റെ പൊന്നു മോന് വളർന്നു. അഹ്മദ് മുഹമ്മദ് എന്ന പേര് പരന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സുഫിയാൻ അറബി ഒരു ഗാനവുമായി. സുഫിയാൻ അറബി 3ാം ക്ലാസ്. അതിനുശേഷം അർഷദ് തങ്ങൾ അസ്സലാമു അലൈക്കും. യാ റസൂൽ ഖുദാവേ, നബിയോരിൽ വന്ന സിറാജേ, ആരിലും നബി നൂറേ, മരുഭൂമിയിൽ പെയ്തൊഴിഞ്ഞവരെ, അതരമതൊളി തെളിവെണ്ണില, ചന്തമതേറിയ തിങ്കള, പാതിരരാവിൻ പൗർണമി, വന്നവരമ്പിയ മുമ്പര. يا رسول يا حبيبي يا صفي الله يا شفيع يا صفيع يا نجي الله പുണ്യ സ്വലാത്തിൻ ശീലുകൾ പാടി കൊണ്ടേറെ അറിയാതെ മെയിലലിയാൻ കൊതിയാനേറെ ധീര സഹാബാദിത്തി കോറും ഉമറും മരികിലാ പരിമളമായി നല്ല വീശുന്നരി അറിയാതാശവച്ചന്ദ്രൗക ഈ എന്റെ ഇഷ്കിന്തതാളം മഴയായി പെയ്യുന്ന ഉപ്പ് അതരമതൊളി തെളിവെണ്ണില ചന്തമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി ഒന്നവരമ്പിയ മുമ്പര. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ അർഷദ് തങ്ങൾ ഒരു ഗാനം ആലപിക്കുന്നു. ഓഫ് സ്റ്റേജ് മത്സരത്തിൽ കഥാരചന പല വിദ്യാർത്ഥികളും വളരെ ഭംഗിയായി കഥകൾ രചിച്ചു. കഥാരചനയിൽ ഏറ്റവും നല്ല കഥ രചിച്ചിട്ടുള്ളത് ഷെയ്മ KT 10ാം ക്ലാസ്. അതോടൊപ്പം തന്നെ ഒരു റിസൾട്ട് കൂടി അറിയിക്കുന്നു. കവിത രചനയിൽ
ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഹംന KT 9ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. ആനന്ദം കൽബിലൊരുങ്ങും വിസ്മയ നേതാവ്, ത്വഹ ജേതാവ്. ആനന്ദം കൽബിലൊരുങ്ങും വിസ്മയ നേതാവ്, ത്വഹ ജേതാവ്. പിരിശകുല്യതൽ പോലെ വിരിയുന്ന നൂറ്, പ്രിയമുള്ള തനിയവർ നബി മഹമൂദ്. പരിശറും ചരിതം കൊണ്ട് അജബുള്ള തണിമലര്, അഹദിന്റെ ഹബീബ് റസൂലവര്. കനിവിൻ ചിരി മണ്ണിൽ ചൊരിച്ചവര്, മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. സ്നേഹത്തിൻ ഭാഷയിലെഴുതിയ കാവ്യം മുത്തുനബി, ത്യാഗത്തിൻ വശ്യമനോഹര രാഗം സ്നേഹനിധി. സ്നേഹത്തിൻ ഭാഷയിലെഴുതിയ കാവ്യം മുത്തുനബി, ത്യാഗത്തിൻ വശ്യമനോഹര രാഗം സ്നേഹനിധി. അഴകിന് വല്ലാതുലകിതിലൊരു മഹ്ലൂക്കിന് കയ്യില്ല, അറിവ് ചുരത്താൻ ആ ഗുരുവിന് പുൽകത്ത വരുന്നില്ല. അഴകിന് വല്ലാതുലകിതിലൊരു മഹ്ലൂക്കിന് കയ്യില്ല, അറിവ് ചുരത്താൻ ആ ഗുരുവിന് പുൽകത്ത വരുന്നില്ല. യാസി തിങ്കളു റബ്ബി ആദരദൂത നബി, ആശിഖിന്റെ മനസ്സിൽ ആറ്റൽ മുത്തുനബി. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. നാളെ ഫിർദൗസിലെ രാജാവാണെൻ ത്വഹ നബി, നാവുള്ളവർ വാഴ്ത്താതെങ്ങനെ ആ അഴകിൻ കീർത്തി. നാളെ ഫിർദൗസിലെ രാജാവാണെൻ ത്വഹ നബി, നാവുള്ളവർ വാഴ്ത്താതെങ്ങനെ ആ അഴകിൻ കീർത്തി. പരിമിത ലോകത്തിൽ പകലിന് ശമനം രാവാണെന്റെ നബി, മനസ്സിന് ശമനം ഇഹപര വിജയം ഏകും ഖാത്തി നബി. പരിമിത ലോകത്തിൽ പകലിന് ശമനം രാവാണെന്റെ നബി, മനസ്സിന് ശമനം ഇഹപര വിജയം ഏകും ഖാത്തി നബി. തീയാൻ കൽപുരുകുന്നോർ കഹദിൻ സ്നേഹനിധി, ഈമാൻ നെഞ്ചിലുറക്ക നബി തൻ മദദ് മതി. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. മനസ്സിൽ മധുരം കിനിയും ധ്വനികൾ, മദിഹിൻ മലർവാടി ചുരത്തിയൊരിരടികൾ, മഹനീയ മനോഹര വല്ലരികൾ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിലേക്ക് മുസ്തഫ ബി 6ാം ക്ലാസ് മധുഹ് ഗാനവുമായി. അടുത്തതായി മുഹമ്മദ് റബിയ 5ാം ക്ലാസ് മാപ്പിളപ്പാട്ട്.
അസ്സലാമു അലൈക്കും. കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട്, കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുഹ് പാട്ട്. കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട്, കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുഹ് പാട്ട്. മന്ദന്മാരുതരൊഴുകിയ തീരം, മന്ദന്മാരുതരൊഴുകിയ തീരം, പുണ്യതൊയ്വ പൊൻതാരം, പുണ്യതൊയ്വ പൊൻതാരം. കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിനായ പൂച്ചണ്ട്, കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുഹ് പാട്ട്. തൗഹീദ് തന്ന ഗുരുവേ ഗുരുവേ ഗുരുവേ, ഹസനാത്ത് കാത്ത പ്രഭുവേ പ്രഭുവേ പ്രഭുവേ. തൗഹീദ് തന്ന ഗുരുവേ ഗുരുവേ ഗുരുവേ, ഹസനാത്ത് കാത്ത പ്രഭുവേ പ്രഭുവേ പ്രഭുവേ. ഇജാബത്ത് റാഹത്ത് സീനത്ത് പൂമുത്ത് നൂറേ നൂറേ, ഇജാബത്ത് റാഹത്ത് സീനത്ത് പൂമുത്ത് നൂറേ നൂറേ. നിലാവദനം സലാം സഫലം നബിയേ നബിയേ, മനമിലഹിതം മധുരിമ മതം ഇസ്ലാം ഇസ്ലാം, മനമിലഹിതം മധുരിമ മതം ഇസ്ലാം ഇസ്ലാം. കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട്, കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധുഹ് പാട്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മുഹമ്മദ് റബിയ 5ാം ക്ലാസ് മാപ്പിളപ്പാട്ട്, അതിനുശേഷം പ്രസംഗം നിഹാൽ മുസ്ലിയാർ. അസ്സലാമു അലൈക്കും. സുഹ്റ ബതൂൽ സാക്കിയ റാലിയ ശജറുകൾ തരമാൽ സലാമിന്റെ സൗരഭം തേരും ഒരു ശരഫുടനിധി മതി. സന്തോഷപ്പുന്തിൽ ചന്തം മുന്തിൽ സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുര. അഹ്മദ് പുണർന്ന് സുഗന്ധ വല്ലി മികந்து പുങ്ങந்து കനി പിറந்து നബിക്കിമ്പം ഫാത്തിമത്ത് സുഹ്റ. മെച്ചമില്ല ക്ഷണം വെച്ചൊരു റോജ, ഗതി ഗതി സജ ഹോജ. തരുൾ തരുൾ ബുഷ്റ നബി തൻ പൊരുൾ മകൾ സുഹ്റ. സുഹ്റ ബതൂൽ സാക്കിയ റാലിയ ശജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തരും ഒരു ശരഫുടനിധി മതി. സന്തോഷപ്പുന്തിൽ ചന്തം മുന്തിന സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുര. മഹിമ കരളിന്റെ കഷണമെന്താളൂരുടെ മഹിമ തരമത ഉലകക്കു വെളിപ്പെട്ട്. തരം തേൻ മതവിധി തരം തേനടിമുടി തിരുഗുരു അവരാൾ പുകൾ മഹിള. മുത്തു സുജൂതിലാണ്ടേ പിത്തന കിട്ടോ നിന്റെ ഉട്ടക്കുഴലും അതുണ്ടേ ശിരമിലിട്ടേ. മുത്തു സുജൂതിലാണ്ടേ പിത്തന കിട്ടോ നിന്റെ ഉട്ടക്കുഴലും അതുണ്ടേ ശിരമിലിട്ടേ. നാദത്തു നടപടി എറുത്ത മതിമുകി എടുത്ത വികൃതമേ കടത്തിടലായി പടച്ചിട്ട കൊടുത്തിട്ട് പടച്ചിട്ട കൊടുത്തിട്ട് പുതു അവർ ചാമേണ്ടിട്ട് പുറത്ത് കൂടിടലായി അരിപൂലി പൂവിക്കിണങ്ങുവതാ. സുഹ്റ ബതൂൽ സാക്കിയ റാലിയ ശജറുകൾ തരമാ
സുഹൃതം തേരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പുന്തിൽ ചന്തം മുന്തിന് സുന്ദരി ചന്ദിരി ശോഭി സുര പൊരുൾ കസുര സഹനത്തിന് വിളക്കായി ഓളിലങ്കി തിളങ്ങി സൗദിന്റെ അരുൾ പാടി ബാധത്തിൽ വിളങ്ങി ഇണക്കം പിണക്കമായി വിരുദം വെറുതികൾ പരിമളർ സഹറ കതിർ സുഹറ മുത്തു സുജൂദിലാണ്ടേ പിത്തറ കിട്ടോ നിന്റെ കുട്ടക്കുടലുമതുണ്ടേ ശിരമിലിട്ടേ മുത്തു സുജൂദിലാണ്ടേ പിത്തറ കിട്ടോ നിന്റെ കുട്ടക്കുടലുമതുണ്ടേ ശിരമിലിട്ടേ കട്ടിലെ പാത്രമുണ്ട് 8 തിരിക്കല്ലുണ്ട് ഉപ്പ് കൊടുത്തത് കൊണ്ട് പോർക്കരുതേ കട്ടിലെ പാത്രമുണ്ട് 8 തിരിക്കല്ലുണ്ട് ഉപ്പ് കൊടുത്തത് കൊണ്ട് പോർക്കരുതേ സുഹ്റബതുൽ സാക്കിയ റാലിയ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തേരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പുന്തിൽ ചന്തം മുന്തിൽ സുന്ദരി ചന്ദിരി ശോഭി സുര പൊരുൾ കസുര അസ്സലാമു അലൈക്കും അടുത്തതായി നിഹാൽ മുസ്ലിയാർ സിഎം ഇൻസ്പയർ അക്കാദമി അതിനുശേഷം മുഹമ്മദ് ബാദുഷ 4ാം ക്ലാസ് ഗാനം അതിനുശേഷം നമ്മുടെ സ്കൗട്ട് സംഘം വേദിയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലിരുന്ന് കരയുകയാണ്. തലവേദനയാണെന്ന് പറഞ്ഞ് കരയുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ തലവേദന വന്ന് നീ അങ്ങ് മരണപ്പെട്ടു പോയാൽ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫൻ ഞാൻ പൊതിയും, നിന്റെ ഖബർ ഞാൻ എൻ്റെ കൈകൊണ്ട് ഖബർ കൊത്തിയിട്ട് നിന്നെ ഞാൻ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ, ഈ തലവേദന വന്ന് ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളുടെ വായ പൊത്തിയിട്ട് അവിടുന്ന് പറയുകയാണ്, തമാശക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചനകൾ കൊടുത്തു തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബക്കാരിൽ പോയി യാത്ര പറഞ്ഞു, ഭാര്യമാരോട് യാത്ര പറഞ്ഞു, മക്കളോട് യാത്ര പറഞ്ഞു. മരിച്ചവരുടെ ഖബറൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിച്ചു. വീട്ടിൽ വന്നിട്ട് വല്ലാത്ത പനിയാണ്. അവിടുന്ന് ളുഹർ ബാങ്ക് കൊടുത്തപ്പോൾ ബിലാൽ തങ്ങളെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് യാ റസൂലല്ലാഹ് ഇഖാമത്തിന് സമയമായിട്ടുണ്ട് തങ്ങളെ, ഇഖാമത്തിന് സമയമായിട്ടുണ്ട് എന്ന് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറയുകയാണ്, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് സുഖമില്ല, എനിക്ക് പനിയാണ്. അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. ബിലാൽ തങ്ങൾ മസ്ജിദ് നബവിയിലേക്ക് പോയിട്ട് അവിടുന്ന് കരയുകയാണ്. ബിലാൽ തങ്ങൾ കരയുകയാണ്. അവിടുന്ന് കരച്ചിൽ കേട്ടിട്ട് സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് ബിലാലെ നീ കരയുന്നത്, എന്തിനാണ് ബിലാലെ നീ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിനോട് ബിലാൽ തങ്ങൾ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തീരെ സുഖമില്ല, തങ്ങൾ കിടപ്പിലാണ്. അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. മസ്ജിദുൻ നബവിക്കകത്ത് സഹാബത്തിന്റെ കൂട്ടക്കരച്ചിലാണ്. അവിടുന്ന് സഹാബത്തെ കൂടി കരയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ എന്താണ് ആ ശബ്ദം കേൾക്കുന്നത്? അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ താങ്കൾ നിസ്കരിക്കാൻ പോവാത്തത് കൊണ്ട് സഹാബത്ത് കരയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എനിക്ക് പള്ളിയിൽ പോവാനുള്ള ആഫിയത്ത് തരണമേ എന്ന് ദുആ ചെയ്യുമ്പോൾ അവിടുത്തെ പനി അങ്ങ് കുറയുകയാണ്. രണ്ട് സഹാബത്തിന്റെ തോളിൽ കൈയിട്ടിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ്. അവിടുന്ന് പള്ളിയിലെത്തിയിട്ട് സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ നിങ്ങളോട്
ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ തച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പൊരുത്തപ്പെട്ട് തരണം. ഞാൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് ഈ സമയത്ത് എന്നോട് ചോദിച്ചു വാങ്ങണമെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ സ്വഹാബത്തിന് ആ പറച്ചില് ഒരുപാട് സങ്കടപ്പെടുത്തി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തി. തങ്ങൾക്ക് വല്ലാതെ രോഗം കൂടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. വീട്ടിലേക്ക് വന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. അവിടുന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞു, വാപ്പയുടെ മരണമെത്തി മോളെ. ഫാത്തിമ ബീവി അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ കുടുംബത്തിൽ നിന്ന് എന്റെ മരണശേഷം നീയാണ് മരിക്കാനുള്ളത് ഫാത്തിമ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ റബ്ബിൽ അവലിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി കൂടുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും തങ്ങൾക്ക് വല്ലാതെ പനി കൂടുകയാണ്. അങ്ങനെ റബ്ബിൽ അവൽ 12 സുബഹി നേരമായപ്പോൾ ആയിഷ ബീവിയോട് മുത്തുനബി തങ്ങൾ പറയുകയാണ്, ആ കറുത്തനങ്ങ് മാറ്റി ആയിഷ. മുത്തുനബി തങ്ങൾ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയിട്ടും പുഞ്ചിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ആ കറുത്തനങ്ങ് തിരിച്ചിട്. സ്വഹാബത്ത് പറയുകയാണ്, മുത്തുനബി തങ്ങളാ നോക്കിയ സമയത്ത് തങ്ങളുടെ മുഖം വല്ലാതെ പ്രകാശിച്ചിരുന്നു. സ്വഹാബത്ത് 20 ദിവസമായിട്ട് പള്ളിയിലാണ്, വീട്ടിൽ പള്ളിയിലിരിക്കുകയാണ്, വീട്ടിലൊന്നും പോയിട്ടില്ല. അങ്ങനെ സ്വഹാബത്തെ വീട്ടിലേക്ക് പോവുകയാണ്. തങ്ങൾക്കൊരു കുഴപ്പമില്ല, തങ്ങളെ പനി മാറി എന്നൊക്കെ വിചാരിക്കും. അവിടുന്ന് പോവുകയാണ്, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് റബ്ബിൽ അവൽ 12 തിങ്കളാഴ്ച ഒരു 10-11 മണി ദുഹാ സമയമായപ്പോൾ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും തങ്ങളുടെ അടുത്തിരുന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണ്. തങ്ങൾക്ക് വല്ലാതെ പനി കൂടുകയാണ്. ആ സമയത്ത് വന്ന് വാതിൽ മുട്ടിയിട്ട്, അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഇൽ ബാബ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആരാണെങ്കിലും കതക് തുറക്കിൽ, ആരാണെങ്കിലും പിന്നീട് വാ. എന്റെ വാപ്പാക്ക് തീരെ വയ്യ, എന്റെ വാപ്പാക്ക് എണീക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടാമത് പ്രാവശ്യവും കുറച്ച് സമയത്തിന് ശേഷം രണ്ടാമത് പ്രാവശ്യവും അസ്സലാമു അലൈക്കും അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആരാണെങ്കിലും പിന്നീട് വാ, എന്റെ വാപ്പാക്ക് എണീക്കാൻ കഴിയുന്നില്ല, എന്റെ വാപ്പാക്ക് തീരെ സുഖമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ മൂന്നാമത് പ്രാവശ്യവും അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോളെ ഫാത്തിമ, ആ വന്നതാരാണെന്നറിയുമോ? ആ വന്നത് മലക്കുൽ മൗത്ത് അസ്റായീലാണ്. മോളെ കതക് തുറക്ക്. അവിടുന്ന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് അസ്റായീൽ വന്നിട്ട് സലാം പറയുകയാണ്. മുത്തുനബി തങ്ങൾ ചോദിച്ചു, എന്തിനാ വന്നേ? എന്നെ രോഗ സന്ദർശനത്തിന് വന്നതാണോ? അവിടുന്ന് അസ്റായീൽ പറയുകയാണ്, എന്നെ അല്ലാഹു പറഞ്ഞയച്ചതാണ്. സമ്മതമുണ്ടെങ്കിൽ തങ്ങളുടെ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ തങ്ങളെ കണ്ടുതിരിക്കാനും എന്നെ അല്ലാഹു പറഞ്ഞയച്ചതാണെന്ന് പറയുകയാണ്. അവിടുന്ന് മുത്തുനബി തങ്ങള് സമ്മതം കൊടുത്തു. അതിന്റെ മുമ്പ് മുത്തുനബി തങ്ങള് പറയുകയാണ്, എനിക്ക് ജിബ്രീലിനെ കാണണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് അവിടെ എത്തുകയാണ്. തങ്ങള് ചോദിച്ചു, ഞാൻ ഇത്ര വയ്യാത അവസ്ഥയിൽ കടന്നിട്ടോ, എന്താ ജിബ്രീലെ നീ എന്നെ കാണാൻ വരാറുന്നതെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ പറയുകയാണ്, തങ്ങളെ കിടക്കുന്ന അവസ്ഥ കാണാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറയുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിട്ട് മുത്തുനബി തങ്ങളുടെ റൂഹ് കാലിൽ നിന്ന് പിടിക്കുകയാണ്. തങ്ങൾക്ക് വല്ലാതെ വേദനിക്കുകയാണ്. പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് മുഖത്തേക്ക് കോരിയൊഴിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ വേദനിക്കുകയാണ്. അവിടുന്ന് അസ്റായീലിനോട് പറയുകയാണ്, അസ്റായീലെ ഒന്ന് മെല്ലെ പിടിക്ക്. ഇസ്രായീൽ അലൈഹിസ്സലാം കരയുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇതിലും മയത്തിൽ എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല തങ്ങളെ. അവിടുന്ന് മുത്തുനബി തങ്ങൾ പറയും,
പറയുകയാണ്, ആയിഷ, ഈ മരണത്തിന്റെ വേദനയുണ്ടല്ലോ, അത് വല്ലാത്തൊരു വേദനയാണ് ആയിഷ. അങ്ങനെ മുത്തു മുഹമ്മദ് മുസ്തഫ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറയുമ്പോൾ മദീന വിറച്ചു പോവുകയാണ്. മുത്തുനബി തങ്ങളുടെ മരണം മദീന വിറക്കുകയാണ്. ഉമർ തങ്ങളുണ്ടല്ലോ, ഈ വാർത്തയങ്ങറിയുമ്പോൾ ബോധം പോയ അവസ്ഥയിൽ തങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവിടുന്ന് പറയുകയാണ്, തങ്ങൾ ഉറങ്ങുകയാണ്, ആരെങ്കിലും തങ്ങൾ മരിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറയുകയാണ്. ഒരു മനുഷ്യൻ തങ്ങൾ മരിച്ച വാർത്തയറിയുമ്പോൾ അവിടുത്തെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു. ആ കത്തി കൊണ്ട് 2 കണ്ണും അങ്ങ് ചോയ്ന്നെടുത്തു കളയുകയാണ്. ഹബീബില്ലാത്ത ഈ മദീന ഞാൻ എങ്ങനെ കാണാനാ? അവരൊക്കെ മുത്തുനബിയെ സ്നേഹിച്ചത് എത്ര മാത്രമാണ്. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷിക്കുമ്പോൾ, അവിടുത്തെ പ്രകടനങ്ങൾ നടത്തുമ്പോൾ, അവിടുത്തെ മൗലീദുകൾ, അവിടുത്തെ മദ്ഹുകൾ പാടുമ്പോൾ, പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെയ്യുന്ന പരിപാടിയൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ വരുന്നുണ്ട്. നമ്മൾ ആരും അവരെ മൈൻഡ് ചെയ്യേണ്ടതില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും ഫൽയഫ്റഹു, അവർ സന്തോഷിക്കട്ടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ നിയോഗിക്കപ്പെട്ടിട്ടില്ല. ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കലല്ലേ മുത്തുനബിയുടെ മദ്ഹുകൾ പാടല്, മുത്തുനബിയുടെ മൗലീദുകൾ പാരായണം ചെയ്യല്. ഇതൊക്കെ എങ്ങനെയാണ് ശിർക്കാവുക? ആ വിഭാഗത്തിൽ നമ്മൾ ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. മരിക്കുന്നതിന്റെ മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞ എന്റെ വാക്കുകൾക്ക് വിടാ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി മുഹമ്മദ് ബാദുഷാ 4ാം ക്ലാസ് ഗാനം. അതിനുശേഷം സ്കൗട്ട് സംഘം വേദിയിലേക്ക്. അടുത്ത ഒരു റിസൾട്ട് കൂടി വരുന്നു. ഓഫ് സ്റ്റേജ് മത്സരത്തില് പ്രയാസകരമായ വിനിർണയ ഘട്ടം സമ്മാനിച്ച് മുഹിയുദ്ദീൻ മാലപ്പാട്ട് മത്സരം നടന്നപ്പോൾ മാലപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ടീം ഖാലിദിയ നബ്ഹാൻ. മാലപ്പാട്ട് മത്സരത്തില് ഗേൾസ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ടീം ഖാലിദിയ റാനിയ. നിലവിൽ ടീമുകളുടെ പോയിന്റ് നില വായിക്കുന്നു. 7 പോയിന്റുമായി ടീം മഖ്ദൂമിയ 3ാം സ്ഥാനത്തും 14 പോയിന്റുമായി സഹ്റവിയ 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് 21 പോയിന്റുമായി ഖാലിദിയ 1ാം സ്ഥാനത്ത് നിലനിൽക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സർമുല്ല മലരി നബി നബി ഹബീബിയ അസ്സനത്തിൻ അസലി നബി നബി ഹബീബിയ അസ്സർമുല്ല മലരി നബി നബി ഹബീബിയ അസ്സനത്തിൻ അസലി നബി നബി ഹബീബിയ അസ്മദ് മഹിയിൽ നബിയൽ മദമൻ ഉദിച്ചുള്ള മധുരമിതാ അഷ്ഹദു കലിമാല കൃത പൊലിമ വിധിച്ചുള്ള മഹിമൈതാ അസ്റമുല്ല മലരെ നബി നബി ഹബീബിയ അസനത്തിൻ അസലി നബി നബി ഹബീബിയ അഹദവന്റെ അംബിയര നഗമലരോ അംബിനിയ അഹദവന്റെ അംബിയര നഗമലരോ അംബിനിയ അംബ്ലിപ്പുവേ നബിയായി അംബ്രചിതും നിധിയായി
അസ്തമുള്ള മലർ നബി നബി ഹബീബിയ അസനത്തിൽ അസൽ നബി നബി ഹബീബിയ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നമ്മുടെ ഇടിച്ചുപോയ തങ്ങൾക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. എല്ലാവരും അത് കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സദസ്സിലുള്ള മാന്യവ്യക്തികളെ, ഉമ്മപങ്ങന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലെ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സുദിനത്തിൽ നമ്മളെ പിഞ്ചുകുട്ടികളെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അടി കയറിയിട്ട് എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള എന്നവരെ വിവാഹം കഴിക്കാൻ അന്ന് ആ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ആഗ്രഹിച്ചിരുന്നു എന്നാ പറയുന്നത്. അപ്പോ എത്രത്തോളം വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് അവര്. അവരുടെ മകനല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ നമുക്ക് ഇഷ്ടംമാര് പാടാനും പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പുണ്യത്തിന് വേണ്ടിയിട്ട് ഞാനും രണ്ടുപേരി പാടാണ്. ഞാനും കുട്ടികളെ മാതിരി തന്നെ ആയ വിനോദ് പോലെയല്ലേ. അള്ളാഹു ബർക്കത്തിയായിട്ട്. പക്ഷെ ഞാൻ പാടുന്ന മതിയൊക്കെ നിർത്തൂല. ഞാൻ പാടുന്നത് പടം കൊണ്ട് തീരും. അള്ളാഹു അതിനും തൗഫീഖ് നൽകട്ടെ. കഷ്ടം നീരുൾ കടലിന്ന് കപ്പക്കാരും വിളിച്ചെന്ന് കിട്ടേ വെളിച്ചം ചൂട്ടൊന്ന് കാട്ടിടെ തെങ്ങിൻ മോളിന്ന് കണ്ട വെളിച്ചം റാഹത്തായി കപ്പക്കാരും സലാമത്തായി കൊണ്ടാണ് പുണ്യസന്നിധി ഗുണമുത്തോരിൽ റളിയല്ലാഹ് മമ്പൂറപ്പൂ മക്കാമിലെ മൗലത്തവീലെ വാസിലെ ഇമ്പപ്പൂവായ ഹുത്ബോലി അൽഹംദുലില്ലാഹ്. എൻ്റെ വർക്കത്ത് ഞാൻ അവതരിപ്പിച്ചു. സഹോദരന്മാരെ, വരുന്ന 5-ാം തീയതി എൻ്റെ വീട്ടിൽ വെച്ച് വളരെ വിപുലമായിട്ട് ബഹുമാനപ്പെട്ട ജാഫർ സക്കാഫി ഉസ്താദ് അവരുടെ ഒരു നസീഹത്തും CKS ഉസ്താദിൻ്റെ ഗംഭീരമായിട്ടുള്ള ബദ്രുദത്തിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കഥാപ്രസംഗം നടക്കുന്നു. എല്ലാവരും അതിലേക്ക് അണിചേരണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നിടത്തോളം വീടുകൂടി ഞാൻ എത്തും. എത്താത്ത ആൾക്കാർ ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് എല്ലാവരും അതിനെ സഹകരിക്കണം, എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ്ട, എല്ലാവരും കഴിക്ക് വരിക. കുറേ ആൾക്കാർ വന്നാൽ ഞാൻ പൊതി ചെറുതാക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടും. അള്ളാഹു അതിനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബിച്ചുപോയ തങ്ങളുടെ അവസരത്തിൽ വർഷം തോറും നടന്നു വരുന്ന വിപുലമായ നേർച്ചയാണ് നമ്മെ അറിയിച്ചത്. ആ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായി സ്കൗട്ട് സംഘം വേദിയിലേക്ക്. അതിനു മുമ്പായി മൊഴീനുദ്ദീൻ ഒരു ഗാനം. മൊഴീനുദ്ദീൻ ഹിഫ്ളുൽ ഖുർആൻ കോളേജിലെ മൊഴീനുദ്ദീൻ ഒരു ഗാനം. പ്രിയമുള്ളവരെ, ഇവിടെ പരിപാടി അവതരിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും
പ്രോത്സാഹന സമ്മാനമായി ബിസ്മി ഹോട്ടൽ പച്ചേരി സക്കീർ കാവിന്റെ വക ഒരു പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ബോച്ചേട്ടി, നിങ്ങൾക്കറിയാവുന്നതുപോലെ 25 കോടി രൂപ വരെ സമ്മാനം ലഭിക്കുന്ന ബോച്ചേട്ടി 5 പാക്കറ്റ് നമ്മുടെ ഫാറൂഖ് അദ്ദേഹം സംഭാവനയായി നൽകിയിട്ടുണ്ട്. അതിന്റെ ആർക്കാണത് എന്ന് പിന്നീട് അറിയിക്കുന്നതാണ്. ഏതായാലും നൽകിയ ഫാറൂഖിന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഹോട്ടൽ സക്കീറിന്റെ ഹോട്ടലിലും അല്ലാഹു വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. तू शाह कोबा तू जान जाना हजरत उम्मुल किताब तेरा न बन सकी है ना बन सकेगा मिसाई तेरी जवाब तेरा പൂർണിമ ചന്ദ്രൻ തോൽക്കുന്ന ചന്തം പൂവായിരങ്ങി ശിടാത്ത ഗന്ധം മുത്ത് റസൂലിൻ എന്തെന്തു ചന്തം മിസ്കായിരങ്ങി ശിടാത്ത ഗന്ധം ആ മൊഴിയെ നുകർന്നാലോ കാനിരമോന്തേനാകും ആ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകും കരമൊന്ന് പുണർന്നാലോ കരമൊന്ന് പുണർന്നാലോ കരണാമ്പൽ പൂവാകും തുഷാര കൂബ തുജാന ജാന ഹജൽ ഉമ്മുൽ കിതാബ് തേരാ പൂർണിമ ചന്ദ്രൻ തോൽക്കുന്ന ചന്തം പൂവായിരങ്ങി ശിടാത്ത ഗന്ധം അസ്സലാമു അലൈക്കും. അടുത്തതായി നോമാൻ 7ാം ക്ലാസ് അറബിയാണ്. മുഹമ്മദ് നോമാൻ വി 7ാം ക്ലാസ് അറബിയാണ്. صلوات تسليم على حميم زمرا زمرا ترهيب ترضية عليه السلام السلام من رب العالمين كسرا كسرا أحمد الفاروق الورى عليه السلام السلام عليكم يا من حضروا سطرا سطرا بركات تحيات عليه السلام صاحب البراق ورفرف العلامات الله تنتصر
عليه السلام أبو بكر الصديق الله عليه السلام فرق بين الحق وباطل قهرا قهرا ومالي فاروق الله عليه السلام قد جميع القرآن أن فقام لا خيرا خيرا عثمان النورين عليه السلام قتل الكافرين الله ببعنكا كسرا كسرا علي عيدر أسد الله عليه السلام السلام عليكم. അടുത്തത് സ്കൗട്ട് സംഘം എവിടെ റെഡി ആയിട്ടില്ലേ? അടുത്തതായി ഒരു ഗാനവുമായി ഹിഷാം 7ാം ക്ലാസ്. ഹിഷാം 7ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. മുത്തായ റസൂലിന്റെ മീലാദിനന്ന് മുഹിബ്ബിൽ മനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വീരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മാദീന മിന്നി. മുത്തായ റസൂലിന്റെ മീലാദിനന്ന് മുഹിബ്ബിൽ മനസാകെ ആനന്ദം കൊണ്ട് മാനത്തിൽ വീരിമാറിൽ ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരി തൂകി മാദീന മിന്നി. കുല്ലു ശഹറിൽ പോരിച്ച് തേടിയരാവാണ് കൽപ്പുലയിൽ കതിരിന്മേലെ പുണ്യമുള്ളൊരു ദിനമാണ്. ആമിന ഉമ്മയിൽ റഹ്മത്തേറ്റം പെയ്തിറങ്ങിയ ദിനമാണ്. ലോകർക്കെങ്ങും റഹ്മത്തായ മുത്തിൻ വിറൈന്തതെന്നാണ് മുത്തായ മുത്തായ റസൂലിന്റെ മീലാദിനന്ന് മുഹിബ്ബിൽ മനസാകെ ആനന്ദം കൊണ്ട്